നമസ്കാരം. മഹാഭാരതം ദർശന വിമർശനം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൻ്റെ 10 എപ്പിസോഡുകൾ കഴിഞ്ഞു. കഴിഞ്ഞ തവണ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് 10ാമത്തെ എപ്പിസോഡ് നമ്മൾ പറഞ്ഞത് മധുരയിലേക്കുള്ള യാത്രയും മുരുക ഭഗവാനെ കണ്ടതും ഭോഗരസിദ്ധരുമായി ബന്ധപ്പെട്ട 18 സിദ്ധന്മാരെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു. നമ്മളിനി ആ മഹാഭാരത പുരാണത്തിൻ്റെ കണ്ടിന്യൂറ്റിയിലേക്കാണ് നമ്മൾ വരുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് പറയാനുള്ള ഒരു സംഭവം ദുഷ്യന്ത മഹാരാജാവിൻ്റെയും ശകുന്തളയുടെയും കഥയാണ്. ദുഷ്യന്ത മഹാരാജാവ്, നമ്മൾ നേരിട്ട് കഥയിലേക്ക് തന്നെ കിടക്കുകയാണ്. ദുഷ്യന്ത മഹാരാജാവ് വളരെ അത്യാവശ്യം ധാർമ്മികതയും കാര്യങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നൊരു രാജാവാണ്. അദ്ദേഹം വേട്ടയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വേട്ടയിലേക്ക് കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ട് കൂടുതൽ അഭ്യാസ പ്രകടനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ രാജാവും രാജാവിൻ്റെ പരിവാരങ്ങളും അടക്കം, സ്വാഭാവികമായിട്ടും ഇപ്പോൾ വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് രാജാവിനോടൊപ്പം സൈനികരുണ്ടാവും. ആ സൈനിക വ്യൂഹത്തിനകത്ത് ഭക്ഷണം അടക്കമുള്ള എല്ലാവിധ സൗകര്യങ്ങളുണ്ടാവും. എവിടെയെങ്കിലും ടെൻറ്റ് കെട്ടേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടാവും. ഈ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടിട്ടാണ് യാത്രകൾ പലപ്പോഴും ചെയ്യാം. അങ്ങനെ ഈ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പരിവാരങ്ങളും രാജാവും തമ്മിലൊരു അകലം സംഭവിക്കുകയും രാജാവും പരിവാരങ്ങളും 2 വഴിക്കായിട്ട് നീങ്ങിപ്പോകുന്നൊരവസ്ഥ സംജാതമാകും. അതുമായി ബന്ധപ്പെട്ട് രാജാവ് ഒരു യാത്ര ചെയ്ത് രാജാവ് ഒരു വനത്തിലേക്കാണ് എത്തിപ്പെടുന്നത്. രാജാവ് വനത്തിലേക്ക് എത്തിപ്പെടുന്ന സന്ദർഭത്തിൽ ആ വനത്തിൻ്റെ ഒരു പ്രത്യേകത, ആ വനത്തിൽ അദ്ദേഹം പ്രവേശിക്കുന്ന സമയത്ത് തന്നെ എന്തോ ഒരു പ്രത്യേകതയുള്ള വനമാണത്. കാരണം അത്രയും വളരെ ശാന്തമുഖരിതമായിട്ടുള്ള ഒരവസ്ഥ ആ വനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനത് ബോധ്യമാവുകയാണ്, ഇതൊരു തപോവനമാകാനാണ് സാധ്യത. സ്വാഭാവികമായും ഉണ്ടാകുന്ന വനങ്ങളിലായിരിക്കും അത്രയും ശാന്തത ഉണ്ടാവുക. അങ്ങനെ ആ വനത്തിൽ ആ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം അദ്ദേഹം അത് ആസ്വദിക്കുന്നതിനോടൊപ്പം അദ്ദേഹം ഒരു കാഴ്ചയും കണ്ടു. അതിൻ്റെ തീരത്ത് തന്നെ ചെറിയൊരു തടാകം. ഈ തടാകത്തിൻ്റെ വശത്ത് അതിൻ്റെ ഒരു അരികിൽ നിന്നിട്ട് പരസ്പരം കടിച്ച് കീറാൻ നിൽക്കുന്ന ഈ മൃഗങ്ങൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ പുലിയും മാനും, കടുവയും മാനും, സിംഹവും മാനും, അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങൾ, സിംഹം, കടുവ, ഗജങ്ങൾ, ആനകൾ, മാൻകുട്ടികൾ, ഗോക്കൾ, ഇവരൊക്കെ ആ തടാകത്തിൽ വളരെ സമാധാനപൂർവ്വം ആ തടാകത്തിൽ നിന്നും വെള്ളം പാനം ചെയ്യുന്നതാണ് ഇദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുഷ്യന്ത മഹാരാജാവ് കാണുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തിന് അതിലൊരു പ്രത്യേക താല്പര്യം തോന്നി. അദ്ദേഹം നേരെ ആ തടാകത്തിൽ ചെല്ലുന്നു. ആ തടാകത്തിൽ നിന്നും അദ്ദേഹം വെള്ളം കുടിക്കുന്നു. ആ തടാകത്തിൻ്റെ സൗന്ദര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് വേദപാരായണം കേൾക്കുകയാണ്. വേദപാരായണം ഈ തപോവനത്തിൽ ഏതെങ്കിലും ഒരു താപസരുണ്ടാവും. പക്ഷേ കേൾക്കുന്ന വേദപാരായണം ശ്രദ്ധിച്ച് അദ്ദേഹം ആ പാരായണത്തിൻ്റെ ആ ശബ്ദം വരുന്ന മേഖലയിലേക്ക് അദ്ദേഹം ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ആശ്രമം കാണുകയാണ്. അപ്പോൾ ആശ്രമത്തിൻ്റെ മുൻപിൽ നിന്നിട്ട് അദ്ദേഹം ഇവിടെ ആരുമില്ലേന്ന് അദ്ദേഹം ഉറക്കെ ചോദിക്കുന്നു. ആദ്യത്തെ തവണ പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല. 2ാമത്തെ തവണയും ചോദിക്കുമ്പോൾ ആ ആശ്രമത്തിൽ നിന്നും വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള യൗവനയുക്തിയായിട്ടുള്ള ഒരു സുന്ദരിയായ ഒരു സ്ത്രീ പുറത്തേക്ക് വരികയാണ്. അവരെ കണ്ട മാത്രയിൽ തന്നെ ദുഷ്യന്ത മഹാരാജാവിന് വല്ലാത്തൊരു അത്ഭുതവും തോന്നി. കാരണം അത്രയേറെ സൗന്ദര്യമുണ്ട്. അപ്സരസാണോ, അതല്ലെങ്കിൽ വല്ല യക്ഷിയാണോ, അല്ലെങ്കിൽ വല്ല ഗന്ധർവകന്യകയാണോ എന്നൊക്കെയുള്ളൊരു വല്ലാത്തൊരു മിന്നായം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകാൻ തുടങ്ങി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരാണ്, ഇത് ഏതാണ് ഈ ആശ്രമം എന്ന് ചോദിക്കുമ്പോൾ ഈ കന്യക പറയുകയാണ്, ഇത് കണ്വാശ്രമമാണ്, കണ്വ മഹർഷിയുടെ ആശ്രമമാണ്. അപ്പോൾ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പുത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പുത്രി പേരെന്താണെന്ന് ചോദിക്കും. അപ്പോൾ പറയുകയാണ്, എൻ്റെ പേര് ശകുന്തള എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു ഞാൻ. അപ്പോൾ കാഴ്ചയിൽ തന്നെ അറിയാമല്ലോ, ഇപ്പോൾ രാജാവിൻ്റെ വേഷവിധാനങ്ങളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാവും. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് രാജാവാണെന്ന് മനസ്സിലായി.
പിന്നെ അകത്തേക്ക് പ്രവേശിക്കാം, ഇരിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറിയിരുന്നതിന് ശേഷം മഹാരാജാവ് ചോദിക്കുകയാണ്, കണ്വ മഹർഷിക്കൊരു മകളുണ്ടോ? അപ്പോൾ ഈ കണ്വ മഹർഷി വിവാഹം കഴിച്ചോ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ ആ ചോദ്യം കേൾക്കുമ്പോൾ ശകുന്തള അതിന് മറുപടി പറയുന്നുണ്ട്, ഞാൻ യഥാർത്ഥത്തിൽ കണ്വ മഹർഷിയുടെ മകളല്ല, അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രിയാണ്. എൻ്റെ മാതാപിതാക്കൾ ഇവരല്ല. അപ്പോൾ ഇദ്ദേഹത്തിനൊരു കൗതുകം തോന്നി വിശദമായി ചോദിക്കുമ്പോൾ ശകുന്തള പറയുന്ന വിവരണങ്ങളാണ്. അതായത് വിശ്വാമിത്ര മഹർഷി തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ മേനക എത്തുകയും, സ്വാഭാവികമായിട്ട് നമുക്കറിയാം തപസ്സനുഷ്ഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷനും പ്രയാസമൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രന് അതിനകത്ത് ഈ ടെൻഷൻ വന്ന്, കാരണം ഇത് ഈ തപസ്സനുഷ്ഠിച്ചുകൊണ്ട് അവർ വലിയ തോതിലുള്ള ഈ വരങ്ങളൊക്കെ ആവശ്യപ്പെട്ടാൽ അവർ ആദ്യം അവരുടെ ശക്തി പ്രദർശിപ്പിക്കുക സ്വർഗ്ഗലോകത്തെ ആക്രമിച്ചുകൊണ്ടാണ്. അപ്പോൾ അത്തരമൊരു ആപത്തുണ്ടാവുമെന്ന് കരുതിക്കൊണ്ടാണ് വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിനെ ഭംഗം വരുത്താൻ, ആ തപസ് മുടക്കുന്നതിന് വേണ്ടിയിട്ട് മേനകയെ പറഞ്ഞു വിടുക. സ്വാഭാവികമായിട്ടും അപ്സരകന്യകമാർ നമുക്കറിയാം, ഉർവശി, മേനക, രംഭ, തിലോത്തമ തുടങ്ങിയ അപ്സരസുകൾ. അതിൽ മേനകനെ പറഞ്ഞു വിടുമ്പോൾ മേനക അത് അനുസരിച്ചേ നിവൃത്തിയുള്ളൂ. മേനക അത് വരികയാണ്. അങ്ങനെ മേനക വന്നിട്ട് അവിടുത്തെ നദിയിൽ മുങ്ങി ആ ഒരു നനവാർന്ന ആ ഒരു രീതിയിലേക്കാണ് വിശ്വാമിത്ര മഹർഷിയുടെ മുൻപിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ മേനകയുടെ വരവ് ഒരു സ്ത്രീ തൻ്റെ മുൻപിലുണ്ട് എന്നറിഞ്ഞുകൊണ്ട് വിശ്വാമിത്ര മഹർഷി കണ്ണുകൾ തുറക്കുകയും നോക്കുമ്പോൾ കാണുന്നത് അപ്സരസാണ്, മേനകയാണ്. അതിനിപ്പോൾ ഈ സൗന്ദര്യം വർണ്ണിക്കേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്സരസ് എന്ന് പറയുമ്പോൾ എല്ലാം തികഞ്ഞു. ഇത് കണ്ടതോടുകൂടി വിശ്വാമിത്ര മഹർഷിക്ക് ഈ മേനകയിലേക്ക് അനുരക്തനായി എന്നാണ്. അങ്ങനെ അവർ തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്നു, അവർ തമ്മിൽ ജീവിക്കുന്നു. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം മേനക ഗർഭിണിയാകുന്നു. ഗർഭിണിയായിക്കൊണ്ട് മേനക പ്രസവിക്കുന്നു. ഇവിടെ ഏകദേശം കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം വിശ്വാമിത്ര മഹർഷി തൻ്റെ തപസ് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സഞ്ചാരിയായി പോകുന്നുണ്ട്. പിന്നെ മേനകയാണെന്നുണ്ടെങ്കിൽ ഗർഭിണിയായി പ്രസവിച്ച മേനക സാധാരണഗതിയിൽ അപ്സരസുകൾ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്യുക. പിന്നെ അപ്സരസിൻ്റെ അവരിൽ നിന്നും ഗർഭത്തിൽ നിന്നും ജനിച്ച കുഞ്ഞായതിൻ്റെ പേരിൽ ഏത് കാട്ടിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, അതിനൊരു പ്രകൃതിയുടെ ഒരു സംരക്ഷണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്തേക്ക് കണ്വ മഹർഷി വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത് കുറേ പക്ഷികൾ ചുറ്റും കൂടിയിരുന്ന് കാണാത്ത ഒരു പ്രത്യേകതരം കാഴ്ച അദ്ദേഹം കാണുകയാണ്. പക്ഷികൾ എന്തോ സല്ലപിക്കുന്നത് പോലെ ചുറ്റും കൂടിയിരുന്ന് സല്ലപിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ എന്തോ ഉണ്ട് എന്ന് കണക്കാക്കി അദ്ദേഹം അടുത്ത് ചെല്ലുമ്പോൾ കാണുന്നത് ഈ ഒരു കുഞ്ഞിനെയാണ്. ഒരു പെൺകുഞ്ഞ്, ആ ഒരു പൈതൽ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈ പെൺകുഞ്ഞ് ഈ പക്ഷികളുമായിട്ട് സല്ലപിച്ചു കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ ആ വർത്തമാനം പറയൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ വർത്തമാനം പറയുന്നത് ആ ഒരു രീതിയല്ല കേട്ടോ. അപ്പോൾ അതൊരു അത്ഭുതം തോന്നിക്കൊണ്ട് അദ്ദേഹം ആ കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞിനെ വളർത്തുക. അപ്പോൾ ഈ കഥ നമ്മുടെ കഥാനായകനായ ദുഷ്യന്ത മഹാരാജാവിനോട് പറയുകയും അദ്ദേഹം ഇതൊക്കെ കേട്ടതിന് ശേഷം അദ്ദേഹം ഒരു ഉപാധി വെക്കുകയാണ്. ഉപാധി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അല്ലയോ പ്രിയേ, എനിക്ക് അവിടുത്തെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ വിവാഹത്തിനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിൽ ശകുന്തള അത് നിരസിക്കണമൊന്നുമില്ല. ശകുന്തള പറയുന്നത് ഞാനിപ്പോൾ ഈ വീട്ടിൽ തനിച്ചാണ്, എന്നോടൊപ്പം എൻ്റെ സഖിമാർ മാത്രമേ ഉള്ളൂ. എൻ്റെ രക്ഷാധികാരി അല്ലെങ്കിൽ രക്ഷകർത്താവ് കണ്വ മഹർഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച് വേണ്ട വിധം തീരുമാനമെടുക്കണം രാജൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം എപ്പോൾ വരും, കണ്വ മഹർഷി എപ്പോൾ വരും എന്ന് ചോദിക്കുമ്പോൾ ഇവർക്കത് പറയാൻ കഴിയുന്നില്ല. ശകുന്തള പറയുന്നത് ഏത് സമയത്താണ് വരുന്നതെന്ന് പറയാൻ കഴിയില്ല. പെട്ടെന്നൊരു പോക്ക് പോവും, ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴെത്തും, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ്, ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ്, ഏത് സമയത്താണ് തിരിച്ചു വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇത്രയും സമയമൊന്നും രാജാവിന് എന്ന് വരും എന്നുള്ളതൊന്നും രാജാവിന് അറിയില്ലല്ലോ. അപ്പോൾ രാജാവ്
അടുത്തൊരു ഓപ്ഷൻ വെക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഗാന്ധർവ വിവാഹം കഴിക്കട്ടെ. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഗാന്ധർവ വിവാഹം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വേറെയുണ്ട്. ആ ഗാന്ധർവ വിവാഹത്തിൽ ഏർപ്പെടുന്ന 2 വ്യക്തികൾ മാത്രം മതിയാവും. അവർ രണ്ടുപേരും തീരുമാനിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ആ ഗാന്ധർവ വിവാഹം കഴിക്കുകയാണ്. സ്വാഭാവികമായും ശകുന്തള അതിന് സമ്മതം മൂടും. രണ്ടുപേരും കൂടി വിവാഹം കഴിച്ച്, അപ്പോൾ വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് രാജാവിനാണെന്നുണ്ടെങ്കിൽ പോകണമെന്നുള്ള യാതൊരു ധൃതിയില്ല. രാജാവും ശകുന്തളയും വളരെ സന്തോഷപൂർവ്വം ജീവിക്കുന്നു. അവരുടെ സഖിമാരും ഒക്കെ ഉണ്ട്. അങ്ങനെ ജീവിച്ച് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം രാജാവിനെ അന്വേഷിച്ച് ഭടന്മാർ പല ദിക്കുകളിലേക്കായിട്ട് നടക്കുകയാണ്. ഈ ഭടന്മാർ രാജാവിനെ അന്വേഷിച്ച് ഇവിടെ കണ്വാശ്രമത്തിനടുത്തെത്തുമ്പോൾ രാജാവ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും രാജാവ് ഭടന്മാരോടൊപ്പം പോകാൻ തയ്യാറാവുകയും ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗാന്ധർവ വിവാഹം നടക്കുന്ന ഘട്ടത്തിൽ ഈ രാജാവ് ശകുന്തളക്ക് കൊടുക്കുന്നൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ, നീ നമ്മുടെ പത്നിയാവുകയാണെങ്കിൽ നിനക്ക് പുരുവംശത്തിലെ രാജ്ഞിയായി കഴിയാം. കൂടാതെ നമുക്ക് ജനിക്കുന്ന കുഞ്ഞ് അനന്തരാവകാശിയായിരിക്കുമെന്ന് വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. അപ്പം അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ വാഗ്ദാനത്തിൻ്റെ ഒരു പ്രത്യേകതയും വലിയ വാഗ്ദാനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ഇന്നത്തെ പോലെയല്ല. ഇന്ന് നമ്മളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10,000 വട്ടം ആ വാക്ക് മാറ്റും. അന്ന് വാഗ്ദാനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ ഒരു വാഗ്ദാനവും കൂടി ലഭ്യമാക്കപ്പെട്ടിട്ടുണ്ട്. ആർക്ക്? ശകുന്തള. അപ്പോൾ സ്വാഭാവികമായും ഭടന്മാർ വരുമ്പോൾ രാജാവ് ശകുന്തളയോട് പറയുകയാണ്, ഞാൻ എൻ്റെ രാജ്യത്തേക്ക് തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ്. ഞാൻ അവിടെ ചെന്ന് ഞാൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചതുരംഗപ്പടയെ ഞാൻ അയക്കാം, അവരോടൊപ്പം നീ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് തൻ്റെ പ്രാണനാഥൻ, തൻ്റെ പ്രിയതമൻ വിട്ടുപിരിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു വിഷമവും സങ്കടവും പ്രയാസങ്ങളൊക്കെ അതൊക്കെ. അപ്പോൾ ആ സമയത്ത് ശകുന്തള ഗർഭിണിയും കൂടിയാണ്. അങ്ങനെ ദുഷ്യന്ത മഹാരാജാവ് തൻ്റെ രാജ്യത്തേക്ക് പോകുന്നു. തൻ്റെ രാജ്യത്തേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കണ്വ മഹർഷി എത്തിച്ചേരുന്നത്. കണ്വ മഹർഷി എത്തിച്ചേരുന്ന സമയത്ത് ഈ ഏകദേശം പ്രസവത്തിൻ്റെയൊക്കെ ഘട്ടമായിരിക്കണം. അപ്പോൾ കണ്വ മഹർഷി വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വിവരങ്ങൾ പറയും. ഇങ്ങനെ ദുഷ്യന്ത മഹാരാജാവ്, പുരുവംശത്തിലെ രാജാവ്, അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം വിവാഹം കഴിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. ഞാൻ അങ്ങ് വരട്ടെ എന്നുള്ളത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതുവരെ കാത്തിരിക്കാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഗന്ധർവ വിവാഹം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ഗന്ധർവ വിവാഹം നടക്കുകയും ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. വളരെ സന്തോഷകരമായിട്ടാണ് ജീവിച്ചത്. അദ്ദേഹം നീതിമാനാണ്, വളരെ നല്ല രീതിയിലുള്ള നല്ലൊരു രാജാവാണ്. ഇതൊക്കെ പറയുമ്പോൾ കണ്വ മഹർഷിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു തരത്തിലും ഒരു എതിർപ്പോ വിദ്വേഷമോ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞും ആ ആശ്രമത്തിൽ വളരുകയാണ്. അത് ആശ്രമത്തിൽ വളരുന്ന ഘട്ടത്തിലും ഈ ശകുന്തള പലപ്പോഴും ഇതിങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. തൻ്റെ പ്രിയതമൻ എപ്പോഴാണ് എന്നെ വിളിപ്പിക്കുക, എനിക്ക് എപ്പോഴാണ് ഇത്. കൊട്ടാരത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടിട്ടല്ല, കാരണം താപസിയായിട്ടുള്ള ഒരു പെൺകുട്ടി, ആശ്രമ ജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ചിന്തകളൊന്നുമില്ല. കാരണം അവർ പലപ്പോഴും സർവ്വസംഘ പരിത്യാഗികളായിരിക്കുമല്ലോ. എങ്കിലും തൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഒരു വേവലാതിയുണ്ട്. അങ്ങനെ കണ്വ മഹർഷി അത് മനസ്സിലാക്കുകയും കണ്വ മഹർഷി ശകുന്തളയോട് പറയണം, നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ശിഷ്യന്മാരോടുകൂടി നീ പുരുരാജ്യത്തേക്ക്, പുരുവംശത്തിൻ്റെ രാജാവായിട്ടുള്ള ദുഷ്യന്തൻ്റെ അടുത്തേക്ക് നീ ചെല്ലുക കുഞ്ഞിനെയും കൊണ്ട്. അപ്പോൾ കുഞ്ഞ് മുതിർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ഒരു രാജാവിൽ നിന്നും ജനിച്ചിട്ടുള്ളൊരു കുഞ്ഞാണ്. അസ്ത്രശസ്ത്രങ്ങളും അതുപോലെ രാജതന്ത്രങ്ങളും ഒക്കെ പഠിക്കേണ്ടുന്ന ഘട്ടമാണ്. അടുത്ത അനന്തരാവകാശിയായി പ്രഖ്യാപിക്കപ്പെടേണ്ടതും രാജാവായിട്ട് വരേണ്ടതുമായിട്ടുള്ളൊരു കുഞ്ഞാണ്. അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായും അത് രാജാവിൻ്റെ അടുക്കലേക്ക് പോകേണ്ടതുണ്ട്. രാജാവ് ഇങ്ങോട്ട് എത്താത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, വല്ല യുദ്ധത്തിനോ കാര്യങ്ങൾക്കോ പോയിട്ടുണ്ടാവാം. എന്തു തന്നെയാണെങ്കിലും നീ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് നീ നിൻ്റെ കുഞ്ഞുമായിട്ട് എൻ്റെ ശിഷ്യന്മാരെയും കൂട്ടിയിട്ട് രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് ആജ്ഞ കൊടുക്കുക. ഇവിടെ ശകുന്തള ഈ കുഞ്ഞിനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഈ കഥ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്,
ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും കഥ നമ്മൾ മലയാളത്തിൽ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഈ കഥകളൊക്കെ അറിയാം. പക്ഷേ ആ കഥ ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്നും വളരെ വ്യത്യാസമുണ്ട്. കാരണം കാളിദാസൻ്റെ കഥയാണ്. അത് കാളിദാസൻ കുറച്ചുകൂടി അത് വിശദീകരിച്ച് പിന്നെ ചെയ്തിരിക്കുന്ന സംഭവം. അപ്പോൾ ആ കഥക്കകത്തുള്ള പലതും ഇതിനകത്തില്ല. ആ കഥയിലെ മുദ്രമോദനത്തെ സംബന്ധിച്ചിട്ട് പറയുന്നുണ്ട്, നമുക്കറിയാം. പിന്നെ അതുപോലെ ദുർവാസാവ് മഹർഷിയുടെ ശാപത്തെ സംബന്ധിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു പ്രേമ കാവ്യം തന്നെ അതിനകത്ത് ഈ ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും. പിന്നെ നമ്മളിപ്പോൾ ഒരു പെൺകുട്ടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചോദിക്കുന്നത് നീ ആരും ശകുന്തളയാണെന്ന് ചോദിക്കും. ആ കിടപ്പിൻ്റെ രീതി കാരണം അത്രയും ഈ അംഗങ്ങളുടെ ശരീരഭാഷ വളരെ സൗന്ദര്യപൂർവ്വം പ്രദർശിപ്പിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ നഗ്നതയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു സ്ത്രീ നിൽക്കുന്നതിൻ്റെയും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന ഒരു സംഭവമാണ് ത്രിഭംഗം എന്ന് പറയുന്ന ഒരു സംഭവം. 3 ഭംഗം, അതായത് ശരീരത്തിന് 3 തരത്തിലുള്ള ഒടിവ്. സാധാരണ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും 3 ഒടിവുണ്ടാവും. പക്ഷേ സ്ത്രീകൾ ഈ ത്രിഭംഗത്തിൽ നിൽക്കുന്ന ഒരു രീതി അത് തന്നെയാണ്. ശകുന്തള കിടക്കുന്ന സമയത്ത് നമ്മൾ തമാശ രൂപേണ നമ്മൾ ചോദിക്കും, പിന്നെ ശകുന്തള കിടക്കണമാതിരി കിടക്കണം, എഴുന്നേക്കുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ പഠന കാലഘട്ടത്തിൽ കേട്ടിട്ടുള്ള ആ കഥയുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. മഹാഭാരത പുരാണത്തിൽ ഈ കഥ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പാഠ്യപദ്ധതിയിൽ നിന്നും നമ്മൾ കാളിദാസൻ്റെ കഥയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയതും ഇതും തമ്മിൽ പകൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കഥയിൽ അത് നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷനാവും. ഇത് പിന്നെ നമ്മൾ കേട്ടിരിക്കുന്നത് എങ്ങനെയല്ലല്ലോ എന്ന്. മഹാഭാരത ഇതിഹാസത്തിൽ, ആ ഇതിഹാസ കാവ്യത്തിൽ ഞാനിപ്പോൾ വിശദീകരിച്ച സംഭവം മാതിരിയാണ്. അതുപോലെയല്ല കാളിദാസൻ രചിച്ചിരിക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ അതിന് കുറച്ച് ഒരു ഇലാസ്റ്റിക് പോലെ അത് പിന്നെ അങ്ങനെ വലിച്ചു നീട്ടേണ്ടതും ഒരു പ്രേമകഥയായി മാറ്റേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്തൊരു തിന്മയുണ്ടെന്നല്ല, അതിലൊരു നന്മയുണ്ട്. ആ ഒരു കഥ അങ്ങനെ വളരെ രസകരമായ ഒരാൾക്ക് മനസ്സിലാക്കാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ശകുന്തള തൻ്റെ മകനുമായി നേരെ പിന്നെ ദുഷ്യന്ത രാജാവിൻ്റെ രാജ്യത്തേക്ക് ഇവർ പോവുകയാണ്. അങ്ങനെ പോകുന്ന ഘട്ടത്തിൽ ആ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പോലും ആളുകൾ വല്ലാതെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഒന്ന്, നിഷാദ വംശജരാണോ? കാരണം കാട്ടുവാസിയാണ്, അത്തരത്തിലുള്ള തോല് പോലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ കാട്ടുവാസിയായിട്ടുള്ള ചില ആളുകൾ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ അവർ പലരും ഒരു വല്ലാത്ത രീതിയിലുള്ള നോട്ടവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇവർ ആ രാജ്യത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ രാജ്യത്തിൻ്റെ പ്രധാന കവാടത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം രാജകൊട്ടാരത്തിൻ്റെ കവാടത്തിലേക്ക് എത്തുമ്പോൾ ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ ആരാണ്, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ശകുന്തള വളരെ എന്താ പറയുക, നല്ല ഒരു ആഠ്യത്വമുള്ള നമ്മൾ പറയൂല, ആഠ്യത്വമുള്ള സ്ത്രീയാണെന്നൊക്കെ പറയും. അത് നല്ല തല ഉയർത്തിക്കൊണ്ട്, ഞാൻ ദുഷ്യന്ത മഹാരാജാവിനെ എനിക്ക് കാണേണ്ടതുണ്ട്, അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയും. നിങ്ങൾ നിഷാദരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ അദ്ദേഹത്തെ കാണാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നിങ്ങൾ അറിയിക്കൂ എന്ന് പറയും. അപ്പോഴും ഇവർ പറയും അതങ്ങനെ സാധ്യമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തടയുന്നത് ഈ രാജ്യത്തെ രാജ്ഞിയെയും നാളത്തെ യുവരാജാവിനെയുമാണ് നിങ്ങൾ തടയുന്നത് എന്ന രീതിയിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ പടയാളികൾ വേഗം പോയി രാജാവിനെ വിവരം അറിയിക്കും, ഇങ്ങനെ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രാജാവ് അവരോട് വരാൻ വേണ്ടി പറയും. അങ്ങനെ രാജസദസ്സിലേക്ക് പിന്നെ ശകുന്തള രാജസദസ്സിലേക്ക് ആനയിക്കപ്പെടുകയാണ്. രാജസദസ്സിൽ രാജാവുണ്ട്, മന്ത്രിയുണ്ട്, സേനാനായകന്മാരുണ്ട്, സേനാധിപതിയുണ്ട്. ഇവരൊക്കെ ഇരിക്കുന്ന ആ രാജസദസ്സിലേക്ക് ശകുന്തള തൻ്റെ മകനെയും കൊണ്ട് ആ രാജസദസ്സിലേക്ക് നടന്ന് കയറുകയാണ്. ഇവിടെ വെച്ച് ഞാൻ ഈ സ്റ്റോറി നിർത്തുകയാണ്. ഇതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത
അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി പറയാം, സമയമായി. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.